Hi, I'm Roshan, aka Thomachan. I love taking photos and drinking cold coffees. And this is Irene. Oh, sorry, cappuccino. Sorry. ഞാൻ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹായ്, ഐ എം ഐറീൻ എ കെ എ ഏലിയാമ്മ. ഐ എം എ പോയിറ്റ്, എ ലവർ ഓഫ് വേർഡ്സ് ആൻഡ് ഐ ലവ് കോഫി. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് രണ്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂടെ കണ്ടാൽ തോന്നും റസ്കും ബണ്ണും ആണ്, പക്ഷെ അതല്ല. അവിടുത്തെ എന്തോ ഒരു കസ്റ്റേർഡ് ബണ്ണും വേറെ എന്തോ ഒരു സാധനം കൂടാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത് രണ്ടും കഴിച്ച് കുടിച്ച് ചുമ്മാ നാട്ടുകാരുടെ പരദൂഷണവും അതും ഇതും കാനഡ വന്നതും ജീവിതവും അതിൻ്റെ തമാശകളും കണ്ടിട്ട് കാണാതെ പോയ ആൾക്കാരും എല്ലാവരും പറ്റിയൊരു ഡിസ്കഷനും. പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും പുറത്ത് പോകാറില്ല, ഒരു വീക്കെൻഡ്സിലോ ഒരു ഡേ ഓഫ് ഉള്ളപ്പോഴൊക്കെയാണ് നമ്മളിങ്ങനെ ഇറങ്ങാറ്. അപ്പം ആഴ്ചത്തെ ജോലിയുള്ള വിശേഷവും അവിടെ വന്ന കാര്യങ്ങളും പിന്നെ പയ്യെ എൻ്റെ കയ്യിൽ നിന്ന് കോഫി തട്ടിപ്പറിച്ച് കുടിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ മിണ്ടാറ് പൊതുവെ ഒരു കഫേ വന്നു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് കഫേയിലൊക്കെ കഴിഞ്ഞ് പയ്യെ പുറത്തോട്ടിറങ്ങി ദാണ്ട് കിടക്കുന്നു. കാനഡയ്ക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. മഞ്ഞ് പെയ്യുന്നു, ഇത് കണ്ടില്ലേ, ഇതാണ് കാനഡയുടെ യാഥാർത്ഥ്യം. മഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മഞ്ഞ്. ഇപ്പം കാണുന്നതാണ് ഒരു ബ്ലാക്ക് ക്യാറ്റ് എന്തോ ഒരു സാധനം, അറിയത്തില്ല, ടാറ്റൂ പാർലറാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ പയ്യെ റോഡൊക്കെ ക്രോസ് ചെയ്തു. അവിടെ നിന്ന് ഒരു അമ്മച്ചി പോയപ്പോൾ സൂക്ഷിച്ച് നോക്കിയ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് ക്യാമറ ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ട്. ഇവിടെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് തീരാറാകുമ്പം നിൽക്കൂ എന്നുള്ള ലൈറ്റൊക്കെ കത്തും. അങ്ങനെ ഞങ്ങൾ പയ്യെ അവിടെ കൂടെ ഒക്കെ നോക്കി വീണ്ടും അതികൂമ്പാരം പോലെ കിടക്കുന്ന മഞ്ഞുങ്ങൾ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് നടക്കുന്നു. ഇതാണ് ബ്രോഡ്വേ. ഇവിടെ സാസ്കറ്റൂണിലുള്ള ഒരു യൂറോപ്യൻ ലുക്കിലുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ജോണി ചേച്ചി ഇവിടുത്തെ എന്തോ ഒരു വലിയ സംഭവമാണ്. വലിയ പിടുത്തമില്ല, മൊത്തം ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിക്കാതൊന്നുമില്ല, ആയിരുന്നത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഞാനാണേ ഒട്ട് ചോദിച്ചതുമില്ല, എനിക്കും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ജോണി ചേച്ചിയെ പറ്റി അറിയാൻ. പിന്നെ ഞാൻ അവിടുത്തെ പ്രകൃതി രമണീയത ആസ്വദിച്ചുകൊണ്ട് പയ്യെ നടക്കുന്നു. അതുകൊണ്ട് അയറിൻ പുറയിൽ ഓടി മന്ദം വരുന്നു. തണുപ്പാണ്, എത്രയും കഷ്ടപ്പെട്ട് തന്നാതെ വരും എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടന്ന് പയ്യെ വീഡിയോ എടുക്കേണ്ട, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നു. ഉടനെ ദാണ്ട് ഫ്രണ്ട് ഇരിക്കുന്നു, ബൈ 1 get 1 ഫ്രീ. മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊതിച്ച് പുറത്തുനിന്ന് വായും പൊളിച്ച് നോക്കിയിരിക്കുന്നു. എന്തോ ഞാൻ സമ്മതിച്ചില്ല അകത്ത് കയറാൻ. നമ്മുടെ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ ഈ പൂച്ച ഇങ്ങനെ ജനലിൻ്റെ പുറത്തുനിന്ന് മീനെ നോക്കിയിരിക്കുന്ന പോലെ നോക്കിയിരിക്കുന്നു. പണ്ട് ജാംബവാൻ്റെ കാലത്ത് പണിത് വെച്ച ഏതോ ഒരു ക്ലോക്ക്. നല്ല കട പുറത്തൂടെ കണ്ട് ഞങ്ങൾ യാത്രയായി. കേൾക്കുമ്പം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ബ്ലോഗ് പോലെ ഇരിക്കും, പക്ഷേ അതൊന്നും അല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ പോകുന്നത് സാസ്കറ്റൂൺ ഡൗൺ ടൗണിലൂടെയാണ്. വളരെ അതിമനോഹരമായ ഡൗൺ ടൗൺ. ഞാനിത് കൂടുതലും കണ്ടിട്ടില്ല, ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള അയറിനാണ്. വേറൊന്നും കൊണ്ടല്ല, രാവിലെ ജോലിക്ക് പോകാൻ നേരത്ത് ഇവിടെ കൂടാണ് അയറിൻ ജോലിക്ക് പോകുന്നത്. അപ്പം പയ്യെ ഇവിടെ കൂടെയുള്ള വരാന്തരങ്ങളിൽ കൂടെ നടന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച്, പ്രത്യേകിച്ച് ഈ തണുപ്പത്തൂടെ, അതും -20, 25, 30, 35 ആ ഒരു രീതിയിൽ നടന്ന് മന്ദമാണ് അയറിൻ ജോലിക്ക് പോകുന്നത്. ഇപ്പം കാണാൻ വളരെ ഭംഗിയുണ്ടെങ്കിലും മഞ്ഞ് പെയ്ത് കിടക്കുമ്പോൾ അത്ര നല്ല ഭംഗിയൊന്നുമില്ല, കാരണം വണ്ടി തന്നും. അത് കറക്റ്റ് സൂക്ഷിച്ച് ഞാനിപ്പോൾ ഒരു വിധത്തിലാണ് ബ്രേക്ക് പിടിച്ച് നിർത്തി. നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞങ്ങളിവിടെ കാബൂലി എന്ന് പറഞ്ഞ കട കിട്ടി. കബാലി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കാബൂലി എന്നൊക്കെ കേൾക്കുന്ന ഇവിടെയൊക്കെ വന്നിട്ടാ എന്തെങ്കിലും ആവട്ടെ. അവസാനം ഞങ്ങൾ കാറിനുള്ള പേയ്മെൻറ്റും ചെയ്ത് ഞങ്ങൾ പയ്യാവത്തോട്ട് പോയി. ഞങ്ങൾക്ക് അതിഭയങ്കര വിശപ്പായിരുന്ന സമയത്ത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിർത്തി വണ്ടിയുടെ പേയ്മെൻറ്റ് കൊടുത്ത്. അതെനിക്ക് തോന്നുന്നു 1 മണിക്കൂറത്തേക്കിനല്ല, അരമണിക്കൂറത്തേക്കിനും കണ്ട $1 എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ അതും പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ പയ്യെ കടയിലോട്ട് നടന്നു. അപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന രീതിയാണ് കാണിച്ചത്. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് ഇവിടെ ഒരു ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് എങ്ങാനും പോലീസ് പിടിച്ചാലോ ഫൈൻ അടച്ചാലോ കാണിക്കാമല്ലോ, അതിന് വേണ്ടി ടിക്കറ്റ് കൈവച്ചു. എന്തു ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് പയ്യെ റോഡ്, ഇത് ജേ വാക്കിംഗ് ആണ്, അങ്ങനെ നടക്കാൻ പാടില്ല, എന്നാൽ പോലും നമ്മൾ എത്രയും വേഗം വേറെ ആരും നാട്ടുകാരും പോലീസുകാരും കാണുന്നതിന് മുമ്പ് ഞങ്ങൾ അതിവേഗം ഓടി റോഡങ്ങ് ക്രോസ് ചെയ്തു. വിശപ്പിൻ്റെ വിളി ഞങ്ങളെ മാടി വിളിക്കുകയാണ്. അത് കാരണം ഒന്നും നോക്കാൻ നിന്നില്ല, നേരെ കടയ്ക്കകത്തോട്ട് കയറി നോക്കിയപ്പം കിടിലൻ ആംബിയൻസ്. നമ്മുടെ പഴയ രാജാപ്പാട്ട് സിനിമയ്ക്കകത്തൊരു ഉള്ള പോലത്തെ ഒരു സെറ്റപ്പ്. രാജസ്ഥാനിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പാലസ് പോലത്തെ ഒരു ലുക്ക്, പാലസിൻ്റെ ലുക്ക് അല്ലെങ്കിലും ആ ഒരു ലുക്ക്.
പിന്നെ ഒന്നും നോക്കില്ല, ഫുഡ് പറഞ്ഞു. ചേച്ചി അതിലും ഫാസ്റ്റായിട്ട് തന്നെ ഫുഡ് കൊണ്ട് തരുകയും ചെയ്തു. ചേച്ചിയോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചത് ഏതാണ് നല്ലതെന്നൊക്കെ. അപ്പോൾ ചേച്ചി ഒരു കബാബും കാബൂലി ലാമ്പ് ബിരിയാണി. കബാബിൻ്റെ പേര് ഇത് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടിടുന്ന വീഡിയോ ഉണ്ട്, ഞാൻ മറന്നുപോയി. അതിൻ്റെ കൂടെ ശരിയാ ബട്ടർ നാനും വാങ്ങിച്ചായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി പറയാൻ. അപ്പം കബാബ് സൂപ്പറായിരുന്നു. അപ്പോൾ ഈ കട അറിയാവുന്നവരോ ഈ ഫുഡിനെ പറ്റി അറിയാവുന്നവരോ എന്നോട് ക്ഷമിക്കണം. ബിരിയാണിയല്ല, കാബൂലി ലാമ്പ് പുലാവ്. അപ്പം കിട്ടിയതിലും വേഗം അതിവേഗത്തിൽ തന്നെ ഭക്ഷണവും തീർത്ത് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. അതിന് മുമ്പ് ലാസ്റ്റ് ഒരു ഫോട്ടോയും കൂടെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയാവുന്നു. ബൈ ബൈ.